ഇന്നത്തെ കാലത്ത് പല ആളുകളും എക്സ്പെൻസീവ് ആയിട്ടുള്ള സപ്ലിമെന്റ്സുകൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. വൈറ്റമിൻ ഗുളികളും മിനറൽ ഗുളികളും ഒക്കെ ഗുണം കിട്ടുമെന്നൊക്കെ കരുതിയാണ് ഇത് വാങ്ങിച്ച് കഴിക്കുന്നത്. മിക്കതിനും വലിയ എഫക്റ്റ് ഒന്നുമില്ല. നമ്മൾ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അതാണ് മത്തങ്ങയുടെ വിത്ത്. പലരും ഇതിനെ വലിയ വാല്യൂ ആയിട്ട് കണക്കാക്കാറില്ല. ഒരു ചെറിയ വിത്തിനുള്ളിൽ പ്രോട്ടീൻ ഉണ്ട്, ഹെൽത്തി ഫാറ്റ് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്. ഇങ്ങനെ പല പവർഫുൾ ന്യൂട്രീഷനുള്ള ഒരു സാധനമാണ് പംകിൻ സീഡ് അല്ലെങ്കിൽ മത്തങ്ങയുടെ വിത്ത്. ഇന്നത്തെ ഒരു ജീവിതശൈലി എന്താണ് പ്രശ്നം? സ്ട്രെസ് ഉണ്ട്, ഉറക്കക്കുറവുണ്ട്, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്, പൊണ്ണത്തടിയുണ്ട്, ക്ഷീണമുണ്ട്. ഇവയെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന് ശരിക്കും സപ്പോർട്ട് നൽകുന്ന നാച്ചുറൽ ഫുഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പംകിൻ സീഡ് ദിവസവും ചെറിയ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയത്തിന് നല്ലതാണ്, ഹോർമോൺ ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. നല്ല കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് പംകിൻ സീഡ്. ഇപ്പോൾ പംകിൻ സീഡ് എന്താണ്? പംകിൻ സീഡ് എന്ന് പറഞ്ഞാൽ മത്തങ്ങയുടെ വിത്ത്. ഓക്കെ, ഇപ്പൊ പംകിൻ സീഡിനെ കുറിച്ച് അറിയാത്ത പല ആളുകളും ഉണ്ട്. മത്തങ്ങയുടെ ഉള്ളിൽ കാണുന്ന ആ ചെറിയൊരു വെളുത്ത വിത്തുകളല്ലേ, സാധാരണയായിട്ട് നമ്മൾ മത്തങ്ങ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിത്ത് എന്ത് ചെയ്യും? കളയാറാണുള്ളത്. പക്ഷേ അതാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഈ സീഡ്സ് ശരിക്കും ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. റോ ആയിട്ട് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ചെറിയ റോസ്റ്റ് ചെയ്തതിന് ശേഷവും കഴിക്കാം. മാർക്കറ്റിലും ഇത് വളരെയധികം അവൈലബിൾ ആണ്. റോ ആയിട്ടുണ്ട്, റോസ്റ്റഡ് ആയിട്ടുണ്ട്, സോൾട്ടഡ് ആയിട്ടുണ്ട്, അൺസോൾട്ടഡ് ആയിട്ട്, ഉപ്പിട്ടതും ഉപ്പിടാത്തതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ന്യൂട്രിയൻ ഡെൻസ് ഫുഡാണ്. അതായത് ചെറിയ ക്വാണ്ടിറ്റി കഴിച്ചാൽ തന്നെ വളരെ കൂടുതൽ ന്യൂട്രീഷൻ നമുക്ക് അടങ്ങിയിട്ടുണ്ട്. സാധാരണ ഒരു സ്നാക്സ് പോലെ MD കാലറി അല്ല, ശരീരത്തിൽ ബെനിഫിറ്റ് നൽകുന്ന ഒരു ആഹാരം തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് പല ഗുണങ്ങളുമുണ്ട്. നമുക്ക് സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാം. വൈകുന്നേരം വിശപ്പുള്ള സമയത്ത് ഒരു പിടി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശപ്പില്ലാതാവും. ഓക്കെ, അതൊരു നല്ലൊരു മാർഗ്ഗം തന്നെയാണ്. ഞാൻ മിക്കവാറും അത് ചെയ്യാറുണ്ട്. വൈകുന്നേരം വിശപ്പ് വരുന്ന സമയത്ത് ഉപ്പ് ഇടാത്തത് കേട്ടോ, ഫ്ലേവേഡ് ആയിട്ടുള്ളതും ഉപ്പിട്ടതും സാധാരണ ഞാൻ കഴിക്കാറില്ല. അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സോഡിയവും പ്രശ്നമാണ്. ഉപ്പ് അമിതമായാലും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം റോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലൈറ്റ്ലി റോസ്റ്റഡ് ആയിട്ടുള്ള പംകിൻ സീഡ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ളതിനാണ് കൂടുതൽ ബെനിഫിറ്റ്. ഇപ്പം നമ്മൾ കളയുന്ന ഒരു ചെറിയ വിത്താണെന്ന് ആലോചിക്കുക, ശരീരത്തിന് ശരിക്കും സപ്പോർട്ട് നൽകുന്ന ഒരു സാധനമാണ് പംകിൻ സീഡ്. ഇതിൻ്റെ ന്യൂട്രീഷണൽ ഒരു ഡീറ്റെയിൽസ് കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു പംകിൻ സീഡ് ചെറിയതാണെങ്കിലും അതിൻ്റെ ഉള്ളിലെ ന്യൂട്രീഷൻ വളരെ പവർഫുള്ളാണ്. ഇതിൽ നല്ല അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് മസിൽ റിപ്പയറിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും, അതുപോലെ ശക്തിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഹെൽത്തി ഫാറ്റ് ഉണ്ട്, ഒമേഗ ഫാറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഹാർട്ടിൻ്റെ ഹൃദയത്തിനുള്ള ഒരു ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നുണ്ട്. സാധാരണ സ്നാക്സ് പോലെ നമുക്ക് MD കാലറി മാത്രമല്ല അവിടെ ലഭിക്കുന്നത്, ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസും കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനറൽ എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യവും സിങ്കും അയണുമാണ്. മെഗ്നീഷ്യൻസ് മസിലിനെ റിലാക്സ് ചെയ്യും, സ്ട്രെസ് കുറയ്ക്കും, ഉറക്കം ഇമ്പ്രൂവ് ചെയ്യും. സിങ്ക് ആണെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തിയെ കൂട്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഹോർമോൺ ബാലൻസിനും വലിയ റോള് സിങ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ഷീണം കുറയും, അതുപോലെ തളർച്ച കുറയും, പെട്ടെന്ന് അസുഖം വരുന്നത് കുറയും. അതുപോലെ അയൺ ഉള്ളതിനാൽ നമ്മുടെ രക്തം കുറവുള്ളവർക്ക്, പ്രത്യേകിച്ചും അയൺ കുറഞ്ഞിട്ടുള്ള രക്തം കുറവുള്ള വ്യക്തികൾക്ക് പംകിൻ സീഡ് നല്ലതാണ്. ഫൈബറും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഡൈജഷൻ ഹെൽപ്പ് ചെയ്യും, വിശപ്പ് കുറയും, അതുപോലെ വെയിറ്റ് കൺട്രോൾ ചെയ്യാനും പറ്റും. കാരണം വിശപ്പുള്ള സമയത്ത് നമ്മൾ കഴിക്കുന്നത് എന്താണ്? ചെറിയ ക്വാണ്ടിറ്റി ഈ പംകിൻ സീഡാണ്. നല്ല ന്യൂട്രീഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ശരീരത്തിന് വളരെയധികം നല്ലതാണ്. വീണ്ടും ഞാൻ പറയുന്നു, ചെറിയൊരു വിത്താണ്, പക്ഷെ ശരീരത്തിന് ഒരു നല്ല ന്യൂട്രീഷൻ നൽകുന്ന ഒരു പാക്കേജാണ് ഈ പംകിൻ സീഡ്. ഒരു 100 ഗ്രാം എടുക്കുന്ന സമയത്ത് അതിനകത്ത് കാലറി ഒരു 560 കാലറിയാണ്, പ്രോട്ടീൻ ഒരു 30 ഗ്രാം ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഒരു 15 ഗ്രാം, ഫാറ്റ് ഒരു 50 ഗ്രാം, ഹെൽത്തി ഫാറ്റാണ്. ഫൈബർ ഒരു 6 ഗ്രാം ആണ് ഇതിനകത്തുള്ള ഒരു 100 ഗ്രാം എടുക്കുന്ന സമയത്ത്. നമ്മൾ അത്രയും കഴിക്കുന്നില്ല. ഓക്കെ, മെഗ്നീഷ്യം ഒരു 550 മില്ലിഗ്രാം ഉണ്ട്, വളരെ ഹൈ ആണ്. സിങ്ക് ഒരു 8 മില്ലിഗ്രാം ഉണ്ട്, അയൺ ഒരു 8 മില്ലിഗ്രാം ഉണ്ട്, ഫോസ്ഫറസ് 1100 ഉണ്ട്, അതുപോലെ പൊട്ടാസ്യം ഒരു 800 ഉണ്ട്. ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് മെഗ്നീഷ്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റും, റിലാക്സ് ആവാൻ പറ്റും. അതുപോലെ മെൻസ്ട്രൽ പെയിനൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അതൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. അതും പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടിയുള്ള ഹെൽത്തി ഫാറ്റ്സ് ആയതുകൊണ്ട് ഹൃദയത്തിന് പ്രശ്നമില്ല. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ അമിതമായിട്ടുള്ള കൊളസ്ട്രോളും അമിതമായിട്ടുള്ള പ്രമേഹവും അമിതമായിട്ടുള്ള പൊണ്ണത്തടിയും ശരീരത്തിലുള്ള പല ഇൻഫ്ലമേഷനും കുറയ്ക്കുമെന്ന് പഠനങ്ങളുണ്ട്. ഇപ്പോൾ ദിവസവും ചെറിയ അളവിൽ എടുക്കുക, ഒരു ട്രീറ്റ്മെൻ്റ് അല്ല, ഒരു പ്രിവെൻഷന് വേണ്ടി എല്ലാ ദിവസവും ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് കഴിക്കുന്നത് നല്ലതാണ്. ഉറക്കം മെച്ചപ്പെടും. ഞാൻ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. നമ്മുടെ മാനസിക സമ്മർദ്ദം വരെ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ഉറക്കം ഇമ്പ്രൂവ് ആവും. പലർക്കും രാത്രി ഉറക്കം കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. ശരിക്കും അത് മെഗ്നീഷ്യം ഡെഫിഷ്യൻസി കാരണമാവാം. അപ്പോൾ പംകിൻ സീഡ് നിങ്ങൾ റെഗുലറായിട്ട് വൈകുന്നേരം ഒരു 5 മണിക്കോ 6 മണിക്കോ കഴിച്ചാൽ മനസ്സ് ശാന്തമാവും, നമുക്ക് നല്ല ഉറക്കം കിട്ടും. അതുപോലെ സിങ്കും നല്ലതാണ്, നമ്മുടെ ഉറക്കം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. പിന്നെ ബോണിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. നമ്മുടെ
എല്ലിൻ്റെ ശക്തിക്ക് വേണ്ടി മെഗ്നീഷ്യവും ഫോസ്ഫറസും ഒക്കെ ബോണിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രോട്ടീനും ഉള്ളതിനോട് മസിലിന് റിപ്പയർ ചെയ്യും. ബോണിൻ്റെ വെളിയിൽ മസിലുണ്ട്, ആ മസിലിനും എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്കൊരു കുറച്ച് പംകിൻ സീഡ് കഴിക്കുന്നത് നല്ലതാണ്. 30 കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു ആഹാരം തന്നെയാണ് ഈ ഒരു പംകിൻ സീഡ്. കാരണം അയൺ ഉള്ളതുകൊണ്ടും ഫൈബർ അടങ്ങിയത് ഉള്ളതുകൊണ്ടും അവർക്ക് നല്ലതാണ്. ഈ ഹോർമോണൽ പ്രോബ്ലംസ് കാരണമുള്ള വെയിറ്റ് കൂടുന്നതൊക്കെ തടയാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് വിശപ്പ് വരുന്ന സമയത്ത് ഒരു പിടി പംകിൻ സീഡ് ചവച്ചരച്ചും കഴിക്കുക. ഓക്കെ, ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഇത് പ്രിവെന്റ് ചെയ്യും. അതായത് പംകിൻ സീഡ് വെയിറ്റ് ലോസിന് ഒരു നല്ലൊരു ഡ്രഗാണ്. ഓക്കെ, ഡ്രഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആഹാരമാണെന്ന് പറയാം. കാരണം ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. അപ്പോഴാണ് പ്രമേഹവും പൊണ്ണത്തടിയും നമ്മുടെ ഡൈജഷൻ സ്ലോ ആവുന്നതും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അത് തടയാൻ ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം ഇൻസുലിൻ അമിതമായിട്ട് ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. ഇവിടെ ഫൈബറും പ്രോട്ടീനും ഈ ഒരു പംകിൻ സീഡിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അമിതമായിട്ടുള്ള ഷുഗർ സ്പൈക്ക് ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ വണ്ണം കുറയാൻ ഉദ്ദേശിക്കുന്ന ആളുകളെല്ലാവരും പംകിൻ സീഡ് വൈകുന്നേരം നമുക്ക് വിശപ്പ് വരുന്ന സമയത്ത് ക്രേവിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ആഹാരമാണ്. ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഷുഗർ സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തും. പംകിൻ സീഡ് ലോ ഗ്ലൈസിമിക് ഫുഡ് ആയതുകൊണ്ട് ഷുഗർ പെട്ടെന്ന് ഉയരില്ല. അതിൽ മെഗ്നീഷ്യം ഉള്ളതിനകത്ത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രമേഹമുള്ള ആളുകൾക്കെല്ലാം നിർബന്ധമായിട്ടും നമ്മൾ ഒരു പിടി, അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു കൈപ്പത്തിക്കകത്ത് നിറയുന്ന അത്രയും പംകിൻ സീഡ് ഒരു ദിവസം കഴിക്കാം. ഇത് കാലറി ഡെൻസ് ആയതുകൊണ്ട് ഹെൽത്തി ആണെന്ന് പറഞ്ഞ് അമിതമായി കഴിക്കരുത്. ഇതാണ് പല ആളുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ചെയ്യരുത്. ഒരു കൈപ്പത്തിക്കകത്ത് ഉള്ളിൽ കയറുന്ന അത്രയും. ഓക്കെ, നമുക്ക് രാവിലെ നമുക്ക് വിശപ്പുള്ള സമയത്ത് കഴിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് 1-2 ടേബിൾ സ്പൂൺ പംകിൻ സീഡ് കഴിക്കാം. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പം വെറും വയറ്റിലും കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. അല്ല ആഹാരം കഴിച്ചതിന് ശേഷം കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ വെയിറ്റ് ലോസ് അതുപോലെ തന്നെ പ്രമേഹമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ആഹാരമാണ് പംകിൻ സീഡ്. ഇനി സ്ത്രീകൾക്കുണ്ടാവുന്ന പ്രത്യേക ബെനിഫിറ്റ് കൂടെ പറയാം. അതായത് പംകിൻ സീഡ് സ്ത്രീകൾക്ക് വളരെ ഗുണമുള്ള ഒരു ഫുഡാണെന്ന് പറയാം. പ്രത്യേകിച്ചും ഹോർമോണൽ ബാലൻസിന് ഇത് വലിയ റോളുണ്ട്. ഇന്നത്തെ കാലത്ത് പല സ്ത്രീകൾക്കും PCOD, പഴയ പേരാണ്, ഇറഗുലർ പീരീഡ്, മൂഡ് ചേഞ്ച്, മുടി പൊഴിച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട്. ഇവരുടെ പിന്നിൽ പലപ്പോഴും ഈ ഹോർമോണൽ ഇംബാലൻസ് കാരണം ഉണ്ടാകുന്നത്. പംകിൻ സീഡ്സിലുള്ള സിങ്കും മെഗ്നീഷ്യവും ഹെൽത്തി ഫാറ്റും ഇതെല്ലാം ഹോർമോണിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സാധനമാണ്. ഇപ്പം റെഗുലറായിട്ട് ചെറിയ അളവിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഹോർമോൺ സ്റ്റെബിലിറ്റി ഗ്രാജുവലി പതുക്കെ ഇമ്പ്രൂവ് ആവുകയും നോർമൽ ആവുകയും ചെയ്യും. പ്രത്യേകിച്ചും PCOD ഉള്ള സ്ത്രീകൾക്ക് ഇത് വളരെ ബെനിഫിഷ്യലാണ്. അതുപോലെ സിങ്കും മെഗ്നീഷ്യവും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലർ ആക്കാനും ആ സമയത്തുള്ള വേദന കുറച്ചൊന്ന് കുറയ്ക്കാനും സഹായിക്കും. ഒരു മെഡിസിൻ ആയിട്ടല്ലെങ്കിലും ഒരു നാച്ചുറൽ സപ്പോർട്ടായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഇത് കഴിക്കാം. പിന്നെ മുടിക്കും അതുപോലെ തൊലിക്കും ഇത് നല്ലതാണ്. കാരണം സിങ്ക് കൊണ്ട് ഈ പറഞ്ഞ ന്യൂട്രിയൻസ് എല്ലാം ഉള്ളത് കൊണ്ട് പംകിൻ സീഡ് വളരെ നല്ലതാണ്. ഇപ്പോൾ 30 കഴിഞ്ഞ സ്ത്രീകൾ സ്ഥിരമായിട്ടും എല്ലിൻ്റെ ശക്തിക്കും അതുപോലെ രക്തത്തിനും ഈ പറഞ്ഞതുപോലെ ഹോർമോണൽ ബാലൻസ് ചെയ്യാനും മുടിക്കും വേണ്ടിയെല്ലാം സ്ഥിരമായിട്ട് കഴിക്കുക. കാരണം ഹോർമോണൽ ബാലൻസ് ചെയ്യാൻ വലിയ മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വേണ്ടത് ശരിയായിട്ടുള്ള ഇത്തരത്തിലുള്ള മിനറൽസ് ആണ് സ്ഥിരമായിട്ട് എടുക്കേണ്ടത്. അസുഖം ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കുക. പംകിൻ സീഡ് പുരുഷന്മാർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സൂപ്പർ ഫുഡാണെന്ന് പറയാം. പ്രത്യേകിച്ചും ടെസ്റ്റോസ്റ്റിറോൺ സപ്പോർട്ടിലും ഓവറോൾ ഒരു വൈറ്റാലിറ്റിക്കും ഇതിന് വലിയ പങ്കുണ്ട്. ഇതിലുള്ള സിങ്ക് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷന് ഡയറക്റ്റ്ലി ബന്ധിക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ്. സിങ്ക് കുറയുന്ന സമയത്ത് ക്ഷീണം ഉണ്ടാവാം, ലോ എനർജി ഉണ്ടാവാം, സ്റ്റാമിന കുറയാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയും നമുക്ക് പംകിൻ കഴിക്കാം. പംകിൻ സീഡിലുള്ള ചില കമ്പണൻസ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെയും പ്രൊട്ടക്ട് ചെയ്യും. പ്രോസ്റ്റേറ്റ് വലുതാവുന്ന വളരെ കോമൺ ആയിട്ട് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന പ്രോബ്ലമാണ്. അപ്പോൾ അതും കുറച്ചൊക്കെ തടയാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളൊരു എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം മസിലിൻ്റെ റിപ്പയറിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് പംകിൻ സീഡ്. അപ്പോൾ അതുകൊണ്ട് ക്ഷീണം കുറയ്ക്കാനും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നവർക്കും ഒരു നല്ലൊരു സ്നാക്ക് തന്നെയാണ് പംകിൻ സീഡ്. അപ്പോൾ പുരുഷന്മാരുടെ സ്ട്രെങ്ത് സപ്ലിമെൻറ്റ്സിനേക്കാളും ഒരു ഹെൽത്തി ഹാബിറ്റാണ് പംകിൻ സീഡ് എന്ന് ഓർത്തിരിക്കുക. പംകിൻ സീഡ് എത്ര ഹെൽത്തി ആണെങ്കിലും ശരിയായ രീതിയിലല്ല നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ പ്രശ്നമായിട്ട് മാറും. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ക്വാണ്ടിറ്റി തന്നെയാണ്. ഇത് കാലറി ഡെൻസ് ഫുഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ 1 മുതൽ 2 ടീസ്പൂൺ 15 മുതൽ 30 ഗ്രാമാണ് കഴിക്കേണ്ട ഒരു ദിവസം. അതിൽ കൂടുതൽ നമ്മൾ കഴിക്കരുത്. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും. ഹെൽത്തി ആണെന്ന് പറഞ്ഞ് മിക്ക ആളുകളും ചെയ്യുന്ന ഒരു കാര്യം അൺലിമിറ്റഡ് ആയിട്ട് ഇത് കഴിക്കൂ എന്നുള്ളതാണ്. ബെസ്റ്റ് ടൈം എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ സ്നാക്സ് ആയിട്ട് വേറെ എന്തെങ്കിലും കഴിക്കുന്നതിന് പകരം ഇത് കഴിക്കാം. വെറും വയറ്റിലൊക്കെ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ലഞ്ചും ഡിന്നറും കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതെല്ലാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഓക്കെ, ഇപ്പം മെയിൻ മീൽ നമ്മൾ ഒത്തിരി കഴിക്കുമെന്ന് നമുക്ക് തോന്നാനുണ്ടായാൽ നമുക്ക് ആദ്യം കുറച്ച് പംകിൻ സീഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പങ്ങ് കുറയും. അതുപോലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ 5 മണിക്ക് 6 മണിക്ക് കഴിച്ചാൽ ഉറക്കം നല്ലോണം ബെറ്റർ ആവും. ഇനി നിങ്ങൾക്ക് ആ ഒരു റോ ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്ത് കഴിക്കാം. വേണമെങ്കിൽ കുറച്ച് നമുക്ക് എന്തെങ്കിലും ഒരു മസാലയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതങ്ങനെ ചെയ്ത് മിക്സ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. വെറൈറ്റി ആയിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ പംകിൻ്റെ കൂടെ ഫ്ലാക്സ് സീഡും സൺഫ്ലവർ സീഡും ഒക്കെ ആഡ് ചെയ്തും കഴിക്കാം. പക്ഷെ അമിതമാകരുത് എന്നുള്ളതാണ്.
അപ്പോൾ എന്ത് കഴിക്കുന്നു എന്നതുപോലെ തന്നെ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അമിതമായി ഉപ്പിട്ടിട്ടോ അല്ലെങ്കിൽ അമിതമായിട്ടോ കഴിക്കാനായിട്ട് പാടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം ഹെൽത്തി ഫുഡാണെന്ന് കരുതി അമിതമായി കഴിക്കുകയും കൂടുതൽ ബെനിഫിറ്റ് കിട്ടണമെന്ന് പറഞ്ഞ് പല പ്രശ്നങ്ങളും പല ആളുകളും ചെയ്യാറുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ചെറുതായിട്ട് വേണം മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ വെയിറ്റ് ലോസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, പക്ഷെ അമിതമായി കഴിച്ചാൽ വെയിറ്റ് ഗെയിനിലോട്ട് പോകും, വെയിറ്റ് കൂടും. പക്ഷേ ക്വാണ്ടിറ്റി അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1/4 ടീസ്പൂൺ സ്റ്റാർട്ട് ചെയ്യുക, 1/2 ടീസ്പൂൺ, 3/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ, പതുക്കെ പതുക്കെ കൊണ്ടുവരിക. മാർക്കറ്റിൽ കിട്ടുന്ന പല ഈ പംകിൻ സീഡിലും ധാരാളം സോഡിയ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സോഡിയ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതല്ല. സോഡിയ ആഡ് ചെയ്യാത്ത അല്ലെങ്കിൽ മസാല അധികം ഇല്ലാത്ത പംകിൻ സീഡാണ് ഏറ്റവും നല്ലത്. മറ്റൊരു സാധാരണ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് കഴിക്കാത്തതാണ്. ഒരു ദിവസം കഴിച്ചതിന് ശേഷം പിന്നെ മറക്കുന്നതും കൊണ്ട് വലിയൊരു ഗുണം ഇതുണ്ടാവില്ല. ഇതൊരു സപ്ലിമെൻ്റ് അല്ലെങ്കിൽ പോലും ഒരു ഹാബിറ്റ് ആക്കുന്നതാണ് നല്ലത്. ദിവസവും കുറച്ചളവിൽ റെഗുലറായിട്ട് കഴിച്ചാൽ ഒരു 1-2 ആഴ്ച കൊണ്ട് തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും. ഒരു മിറാക്കിളൊന്നും ഉണ്ടാകില്ല, പക്ഷെ നമുക്കൊരു ലൈഫ് സ്റ്റൈലിൽ വലിയ മാറ്റം വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ പംകിൻ സീഡ് ശരിക്കും ഒരു സാധാരണ ഒരു സ്നാക്ക് മാത്രമല്ല, ശരിയായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ഒരു ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർഫുൾ ഫുഡ് തന്നെയാണ്. ഇത് സ്ഥിരമായിട്ട് അപ്പം നിങ്ങളുടെ ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഒരു മാജിക് സൊല്യൂഷൻ ഒന്നുമല്ല, പക്ഷെ ശരിയായ ഡയറ്റും അതുപോലെ എക്സസൈസും അതുപോലെ ഉറക്കവും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത് ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ സ്നാക്സ് നമ്മൾ സാധാരണ കഴിക്കുന്നതും ബർഗറും പിസയോ അല്ലെങ്കിൽ ചിപ്സോ അല്ലെങ്കിൽ മുറുക്കും എണ്ണയിൽ മുക്കിപ്പൊരിച്ച സാധനങ്ങളൊക്കെ ആയിരിക്കും. അതിന് പകരം ഇത് സ്നാക്കായിട്ടൊന്ന് മാറ്റി നോക്കിയേ, വലിയ മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു 2-3 ആഴ്ച കഴിക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം കാണാനായിട്ട് കഴിയും. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കും.